സുനിൽ ഐസക് വിശദാംശങ്ങളുമായി ചേരുന്നു. സുനിൽ, ഗുഡ് മോർണിംഗ്. അടൂർ പ്രകാശ് സുനിലോട് തന്നെയാണ് അക്കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അതെല്ലാം നിഷേധിക്കുകയോ തള്ളുകയോ ചെയ്യുമ്പോൾ അടൂർ പ്രകാശും കോൺഗ്രസും ഒരു ആഗ്രഹം പറഞ്ഞത് മാത്രമാണ് എന്ന് കരുതേണ്ടി വരുമോ? അതോ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ലേ? ഇപ്പൊ ഞാൻ കരുതുന്നത് അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് നിലവിലിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനപ്പെട്ട LDF-ലെ ചില ഘടകകക്ഷികളുമായി ചർച്ചകൾ നടക്കുന്നു എന്ന ഒരു പ്രസ്താവന കൃത്യമായി വ്യക്തവുമായി മനഃപൂർവ്വമാണ് UDF കൺവീനർ പറഞ്ഞതെന്ന് വേണം നമുക്ക് കരുതാൻ. അതായത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് M അവരുമായി അതിലെ ചില നേതാക്കളുമായി രഹസ്യമായി അനൌദ്യോഗികമായ ചില ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവായ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകും. അങ്ങനെ വന്നാൽ അക്കാര്യം ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്നായിരുന്നു നമുക്ക് തന്ന അഭിമുഖത്തിൽ അടൂർ പ്രകാശ് പറയുന്നത്. മാത്രമല്ല കുറെ കൂടി കയറ്റി അദ്ദേഹം CPI-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നായ LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നായ CPI കൂടി ഇവിടേക്ക് വരാനുള്ള സാധ്യത, UDF-ലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം അതിർത്തിയിലാണ്. അവരിലൊരു വിഭാഗത്തെ ഇവിടേക്ക് UDF-ലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൂടിയാണ് അടൂർ പ്രകാശ് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് നോക്കൂ, അവരതിന് പറയുന്നൊരു ചില കണക്കുകൾ, കാര്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരള കോൺഗ്രസിന് ചില ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ UDF-ന് വലിയ തോതിൽ വോട്ട് കിട്ടി. അത് കേരള കോൺഗ്രസ് M-ന്റെ പ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു UDF-മായിട്ടുണ്ടായിരുന്ന ഒരു UDF മൈൻഡാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ വലിയ തോതിൽ വോട്ട് UDF-ന് ലഭിച്ചതെന്നൊക്കെയാണ് UDF-ന്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ അതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് റോഷി അഗസ്റ്റിൻ. അദ്ദേഹം പറയുന്നത് ഈ അടൂർ പ്രകാശിന്റെ പ്രസ്താവനയോട് നോക്കൂ, വളരെ വൈകാരികമായിട്ടാണ് റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നത്. അതായത് KM മണിയുടെ വിയോഗത്തിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെയാണ് UDF-ൽ നിന്ന് പുറത്താക്കുന്നത്. അങ്ങനെ UDF-ൽ നിന്ന് പുറത്താക്കി വഴിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി പകച്ചു നിന്നിരുന്ന ഞങ്ങളെ LDF-ലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയതും ആ മുന്നണിയുടെ ഭാഗമാക്കിയതും പിണറായി വിജയനും LDF-ഉമാണ്. ഒരു കാരണവശാലും നന്ദികേട് ഞങ്ങൾ കാണിക്കില്ലെന്ന് വ്യക്തമായി കൃത്യമായി പറയുന്നു റോഷി അഗസ്റ്റിൻ. ഇത് പാർട്ടിയുടെ നിലപാടാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ അടൂർ പ്രകാശിന്റെ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി അടക്കമുള്ള ആളുകളോട് ഒരു പ്രതികരണം ആരാഞ്ഞിരുന്നു. ആ സമയത്ത് ജോസ് കെ മാണി പറയാനുള്ള കാര്യം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ റോഷി പറയും. അദ്ദേഹത്തെയാണ് റോഷി അഗസ്റ്റിനെ അത് പറയാൻ ഔദ്യോഗികമായി പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് നമ്മൾ റോഷി അഗസ്റ്റിനെ കാണുകയും അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുകയും ചെയ്യുന്നത്. മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് LDF-ൽ വലിയ തോതിലുള്ള ഒരു പരിഗണന പാർട്ടിക്ക് കിട്ടുന്നുണ്ട്. ഒടുവിൽ ഭിന്നശേഷി വിഷയത്തിലായാലും നിയമന വിഷയത്തിലായാലും അതുപോലെ ഈ വനഭൂമിയിലെ പട്ടയ വിതരണത്തിന്റെ വിഷയത്തിലായാലും ഒക്കെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലടക്കം അനുഭാവപൂർവമായ ഒരു സമീപനം LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. വലിയ തോതിലുള്ള പരിഗണന ലഭിക്കുന്നു. അത്തരത്തിൽ മാന്യമായ ഒരു പരിഗണന ലഭിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എന്തിന് മറ്റൊരു മുന്നണിയിലേക്ക് പോകണം? അതായത് വലിയ തോതിൽ ഒരു ആത്മബന്ധമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് UDF. അതിൻ്റെ നേതാക്കളുമായി ഉണ്ടായിരുന്ന ആത്മബന്ധമുണ്ടായിരുന്നു. ഒരു UDF മൈൻഡിലുണ്ടായിരുന്ന ആ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഞങ്ങളെ അവിടെ നിന്ന് പുറത്താക്കിയതെന്ന് പോലും കൃത്യമായി പറയുന്നില്ല. ഇപ്പോൾ ഒരു പരാജയ ഭീതി ഉണ്ടാവുന്നു. ആ പരാജയ ഭീതിയുടെ ഭാഗമായിട്ടാവാം ഇത്തരത്തിൽ ഉള്ള ഒരു പ്രചരണങ്ങൾ UDF കൺവീനർ നടത്തുന്നത് എന്നാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ വേണ്ട. ഞങ്ങൾ ഒരു ഘട്ടത്തിലും മുന്നണി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരം ഒരു ചർച്ചകളും എവിടെയും നടന്നിട്ടില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ. അത് കേരള കോൺഗ്രസ് M-ന്റെ അഭിപ്രായമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് UDF ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് UDF നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഏതെങ്കിലും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനെയെങ്കിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ആളുകളെയെങ്കിലും മുന്നണിയിലേക്ക് UDF-ലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചില നീക്കങ്ങൾ ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ആരുമായിട്ടാണ് ഈ ചർച്ച നടക്കുന്നതെന്ന് കൃത്യമായി ഇപ്പോഴും UDF വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയില്ല, നമ്മളുമായി ആരുമായും നടത്തിയിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ പറയുന്നു. പക്ഷേ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ കഴിയുമോ എന്നൊരു ശ്രമം UDF നടത്തുന്നുണ്ട്. കാരണം UDF-ന്റെ കഴിഞ്ഞ ദിവസം നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കേരള കോൺഗ്രസ്
വിട്ടുപോയതിനു ശേഷമുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിൽ കൂടിയും കേരള കോൺഗ്രസ് അടക്കമുള്ളവരെ തിരികെ മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്ന ഒരു അഭിപ്രായം പൊതുവായി ഉയർന്നിട്ടുണ്ട്. മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ആ തിരിച്ചടി ഉണ്ടായി. സ്വാഭാവികമായും അവരെ തിരികെ കൊണ്ടുവരാൻ ഏത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവണമെന്ന് ചില പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ള ആളുകൾ UDF യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ചില നീക്കങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അങ്ങനെ ആ നീക്കങ്ങൾക്ക് തങ്ങൾ പിടികൊടുക്കില്ല, അങ്ങനെ വഴിപ്പെട്ടു കൊടുക്കില്ല എന്ന് കൃത്യമായി റോഷി അഗസ്റ്റിൻ പറയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മുന്നണി മാറ്റ ചർച്ചകളൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകും, അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ എന്തൊക്കെയാകുമെന്നത് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു കൗതുകമുള്ള രാഷ്ട്രീയ കാഴ്ചകൾക്കായിരിക്കാം വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. ശരി, അടൂർ പ്രകാശുമായി സംസാരിച്ചിരുന്നു നമ്മൾ. ടെലിഫോൺ ലൈനിൽ അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അടൂർ പ്രകാശ് പറഞ്ഞത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. സുനിൽ, എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പുതിയ പ്രതികരണങ്ങൾ വരുമ്പോൾ നമുക്ക് പക്ഷേ ഒരു UDF ഒരു മുന്നണി എന്ന രീതിയിൽ ഇത്തരം നീക്കങ്ങൾ നടത്തേണ്ട ആവശ്യം നിലവിലുണ്ടോ? അത്രത്തോളം ഒരു ഗതികെട്ട സാഹചര്യത്തിലല്ല UDF എന്നാണ് സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൂടിയും കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തെക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കാര്യമായി ഒരു സീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്.